എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB JEE 2024 റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടീസുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ RRB JEEയുടെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ കുറച്ച് നാളായി എക്സ്പെക്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഉടനെ തന്നെ, അതായത് ഈ ജൂലൈയിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്നാണ്, എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്ര ടയറിൽ അല്ലെങ്കിൽ എത്ര സ്റ്റേജസിലാണ് ഈ എക്സാം നടക്കുന്നത് എന്നീ ഡീറ്റെയിൽസ് എല്ലാം അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരു ഷോർട്ട് നോട്ടീസ് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ആ നോട്ടീസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അതായത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് CEN നമ്പർ 03/2024. നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള 01ഉം 02ഉം നമുക്കറിയാം, ALPക്കും ടെക്നീഷ്യനും ആയിരുന്നു. ഇത് അടുത്ത നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത്. ഇത് എന്നാണ് ഈ ഒരു നമ്മളുടെ RRBയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക? 27 ജൂലൈയിൽ ഈ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഇനി അതുപോലെ തന്നെ എന്നുതൊട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം? നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/7/2024, അതായത് ജൂലൈ 30 മുതൽ അപ്ലൈ ചെയ്യാം. എല്ലാ RRB നോട്ടിഫിക്കേഷനും പോലെ തന്നെ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ വിൻഡോ 1 മാസമായിരിക്കും. നമുക്ക് 29/8 അതായത് 29 ഓഗസ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജോലിക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമുക്കറിയാവുന്ന പോലെ RRB ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ RRB JEE എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ മുതൽ അങ്ങ് മുകളിലേക്കുള്ള ഡിപ്ലോമക്കാർക്ക്, BTechകാർക്ക്, MTechകാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് കാലുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു അവസരമാണെന്ത് RRB ജൂനിയർ എഞ്ചിനീയർ. ഇത് 2018 നോട്ടിഫിക്കേഷൻ വന്നു. 2019 ശേഷം ഇത്രയും നാളിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സീരിയസ് ഒരുപാട് ആൾക്കാർ ഈ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ മുതൽ മുകളിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഒരു ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും നല്ലൊരു ജോലിയാണെന്ത് RRB ജൂനിയർ എഞ്ചിനീയർ. കാരണം അത് സാലറി വൈസ് ആയിക്കോട്ടെ, പ്രൊമോഷൻ വൈസ് ആയിക്കോട്ടെ, ജോബ് റോൾ ആയിക്കോട്ടെ, ജോബ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എക്സ്പോഷർ ആയിക്കോട്ടെ, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ജോലികളിൽ ഒന്നാണെന്ത് RRB ജൂനിയർ എഞ്ചിനീയർ. അതിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്കുള്ള ഒരു കാൽവയ്പ് ഒരു എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം ഒരു കാൽവയ്പ്പാണ് എന്ത് RRB ജൂനിയർ എഞ്ചിനീയർ. ഈ എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? മറ്റുള്ള RRB എക്സാംസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? അതുപോലെ തന്നെ ഈ എക്സാമിനുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ഇങ്ങനത്തെ സബ്ജക്ട്സ് എല്ലാം മറ്റുള്ള RRB എക്സാംസ് അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ള RRB എക്സാംസുമായി എന്ത് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് അത് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം ഈ ഒരു ഷോർട്ട് നോട്ടീസിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോകാം. ഇതിലുള്ള സാധ്യതകൾ എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് ബ്രീഫായി പറയുന്നുണ്ടാവും. ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു വിൻഡോയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ഇയേഴ്സ് ആണ്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിക്കാർക്ക് 33 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കോവിഡ് സംബന്ധിച്ചുള്ള റിലാക്സേഷൻ ഇതിനു മുമ്പുള്ള RRB JEE അല്ലെങ്കിൽ RRB റിക്രൂട്ട്മെൻറ്റ്സിനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും 3 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെയാണിത് 18 to 36 ഇയേഴ്സ് വരെ ആയത്. ഇവിടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നോട്ടാണ് അല്ലെങ്കിൽ എന്നാണ് നമ്മളുടെ ഏജ് ആസ് ഓൺ 1/1/2025. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ ഏജ് ലിമിറ്റിൽ വരുന്ന നിങ്ങളുടെ കാറ്റഗറി നോക്കുക, ജനറൽ ആണോ അല്ലെങ്കിൽ റിസർവേഷനുള്ള കാറ്റഗറി ആണോ അല്ലെങ്കിൽ OBC ആണോ, അതിനനുസരിച്ച് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഈ എക്സാം എഴുതാൻ എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കുക. അത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും Day 1 തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം അതിൻ്റെ കാരണങ്ങളെല്ലാം ഞാൻ വഴിയെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് വേക്കൻസീസ് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 7,934 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും. പിന്നെ സ്പെഷ്യലായിട്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഈ ഒരു നോട്ടീസിലുള്ള ഇൻഫർമേഷൻ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. 2, ഇതൊരു 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതായത് 2 സ്റ്റേജസ് ഉണ്ടാവും. കഴിഞ്ഞ RRB 2018 RRB JEE എക്സാമിന് 2 സ്റ്റേജസ് ആണ്. CBT 1, CBT 2 അല്ലെങ്കിൽ ടയർ 1, ടയർ 2 നമുക്ക് അതിനെ പറയാം. അപ്പോൾ ഇത് രണ്ടിലും ഉള്ള ഡിഫറൻസ് എന്താണ്, അതെങ്ങനെയാണ് ആ പോർഷൻസ് കവർ ചെയ്യേണ്ടത്, പാരലായിട്ടുള്ള പ്രിപ്പറേഷൻ അത്യാവശ്യമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടോ, നമുക്ക് അതിലേക്കൊക്കെ വരാം. പിന്നെ എലിജിബിലിറ്റിയെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ടാവും. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് 27
7/2024 നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഇത്രയും RRBസിൻ്റെ വെബ്സൈറ്റിൽ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം. ഈ വീക്ക് തന്നെ, അതായത് 30th നമ്മുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ ഒരു സമയത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ആദ്യമായിട്ട് ഈ എക്സാം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം തന്നെ എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷനും ഒക്കെ വരുന്നുണ്ടാവും. ഇനി എക്സ്പെക്റ്റഡ് വേക്കൻസീസ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സ്പെക്റ്റഡ് വേക്കൻസീസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ ALPക്കാണെങ്കിലും 5600ഓളം വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 2024 നോട്ടിഫിക്കേഷനിൽ. പക്ഷേ അത് എത്രയായിട്ട് മാറ്റി? ഏകദേശം 3 ഇരട്ടിയായിട്ട് 18,000ഓളം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു മാറ്റം RRBJക്ക് ഉണ്ടായില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന 7000 വേക്കൻസി അല്ലെ 7900 വേക്കൻസി എന്ന് പറയുന്നത് ഇനിയും കൂടിയേക്കാം. എല്ലാ തവണയും RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വേക്കൻസീസ് റിവൈസ് ചെയ്യപ്പെടാറുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റ് പ്രകാരമാണെങ്കിലും വേക്കൻസീസ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേക്കൻസീസ് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ വേക്കൻസി കുറവാണെന്ന് ഒന്നും ആലോചിക്കാതെ എന്തായാലും അപ്ലൈ ചെയ്യുക. കാരണം ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. മാത്രമല്ല ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി, ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടിയും ഇമ്പോർട്ടൻസോടുകൂടിയും കാണുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് അതെല്ലാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മൾ RRBJക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ഞാനൊന്ന് പറയുന്നുണ്ടാവും. ആദ്യമായിട്ട് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു എന്താണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ്, ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരുപാട് വൈകാതെ തന്നെ സബ്മിറ്റ് ചെയ്യുക. കാരണം ലാസ്റ്റ് എക്സാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റിനോടനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു റഷൊക്കെ ഉണ്ടാവാറുണ്ട്, സിസ്റ്റം ഡൗൺ ആവാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ സെർവറൊക്കെ ഡൗൺ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് വെയിറ്റ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു വിത്തിൻ 1 or 2 വീക്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സോൺ പ്രകാരം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ല എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള സോൺ വെച്ച് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. പിന്നെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് കഴിഞ്ഞ തവണ ഈ പറയുന്ന ഇതായിരുന്നു നമ്മുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ, അതായത് CE നമ്പർ ഇതായിരുന്നു. അതുപോലെ തന്നെ ഏജ്, വേക്കൻസി ഇത്രയായിരുന്നു. ഇതും ഈ പറയുന്ന പോലെ വേക്കൻസീസും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണത്തെ നമുക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ് ജനറൽ കാറ്റഗറിക്ക്. ബാക്കി ഏജ് റിലാക്സേഷൻസ് ആസ് പെർ റിസർവേഷൻ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അതുപോലെ തന്നെ ഇത്തവണത്തെ ഇപ്പം നോട്ടിഫൈ ചെയ്തിരിക്കുന്ന വേക്കൻസീസ് പറയുന്നത് 7,934 ആണ്. ഇനി RRB ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നോട്ടായിട്ട് പറയുകയാണ്. കാരണം ഈ ഇത്രയും വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. മാത്രമല്ല ഇത്രയും വേക്കൻസി ഉണ്ടാകുന്നത് എനിക്ക് എന്തായാലും കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം ഇതിന് വ്യക്തമായ സ്ട്രാറ്റജിയോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ RRB ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RRB ALPയുടെ വേക്കൻസീസ് 5696 നിന്ന് 18,799 നമ്മൾ ഈ പറയുന്ന പിന്നെ വന്ന റിവൈസ്ഡ് നോട്ടിഫിക്കേഷനിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പം ഈ ഒരു വേക്കൻസീസിൻ്റെ എണ്ണം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണെന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഒരുപാട് പോസ്റ്റുകൾ, അതായത് ഏകദേശം ഇത്രയും ബ്രാഞ്ചുകളിലായി 69ഓളം പോസ്റ്റുകൾക്കാണ് 2018 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം അതേപോലത്തെ പോസ്റ്റുകൾ തന്നെ നമുക്ക് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ, അതായത് ഈ വീക്ക് പബ്ലിഷ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഒന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞ 2018 വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 29/12/2018 അതായത് 2018 ഡിസംബറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടന്നത്, അതായത് CBT 1 നടന്ന എപ്പോഴായിരുന്നു? ഏകദേശം 5 മാസം കഴിഞ്ഞിട്ടായിരുന്നു. അതായത് 5 to 6 months ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, നോട്ടിഫിക്കേഷനും ഫസ്റ്റ് ടയർ എക്സാമും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഫസ്റ്റ് ടയർ എക്സാം കഴിഞ്ഞ് വീണ്ടും ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ടയർ എക്സാം നടന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടയറിൽ എന്തായിരുന്നു, നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ആയിരുന്നു, സെക്കൻഡ് ടയറിൽ ടെക്നിക്കൽ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ടെക്നിക്കൽ സബ്ജക്റ്റും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ടെക്നിക്കൽ സബ്ജക്റ്റ് നമുക്ക് അവസാനം പഠിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജി നമുക്കിവിടെ എന്തായാലും വർക്കൗട്ട് ആവില്ല. നമ്മൾ ഡേ 1 തൊട്ട് തന്നെ പാരലായി ടെക്നിക്കൽ സബ്ജക്റ്റും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റും പഠിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഈ ടെക്നിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും ബ്രാഞ്ചസിലേക്കുള്ള ടെക്നിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ തവണ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് ടയറിൽ 50 ക്വസ്റ്റ്യൻ നമ്മുടെ നോൺ ടെക്നിക്കൽ പാർട്ടും 100 ക്വസ്റ്റ്യൻ ടെക്നിക്കൽ പാർട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് ടയർ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ടയർ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കില്ല. കാരണം നമുക്ക് വളരെ കുറച്ച് 3 months നമുക്ക് കിട്ടുകയുള്ളൂ പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് ഈ മാസം, അതായത് ജൂലൈ അവസാനത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാമെങ്കിൽ
അതിന് ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഏകദേശം 6 months, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ജനുവരി അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ജനുവരിയിൽ നമുക്ക് 2025 ജനുവരിയിൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടയർ എക്സാമും അതൊരു 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ടയർ എക്സാമും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, RRB ജെയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ RRBയുടെ പ്രിപ്പറേഷൻ ജെയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്താണ് ഈ എക്സാം എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അപ്പം നമ്മൾ ഇതിൽ ബാക്കിയുള്ള RRB എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ നോൺ ടെക്നിക്കൽ സിലബസിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട്, ടെക്നിക്കൽ സിലബസിൽ എത്ര ഡെപ്തിലാണ് ചോദിച്ചിരിക്കുന്നത്, മാത്രമല്ല ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ. ഇപ്പോൾ നമ്മൾ കേരള PSC എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്റ്റിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിനുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വെയിറ്റേജ് കൂടിയ ടോപ്പിക്സ് ഏതൊക്കെയാണ് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയുക, എത്ര ഡെപ്തിൽ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ടെക്നിക്കലും നോൺ ടെക്നിക്കലും കോംപ്രിഹെൻസീവായി തന്നെ പാരലായി തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് RRB JEE 2018 കമ്പയർ ചെയ്യുമ്പോൾ RRB JEE 2024 എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ എക്സാക്ട് CBT 1ൻ്റെയും CBT 2ൻ്റെയും പാറ്റേൺ ഒക്കെ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അപ്പോൾ RRB JEE 2024 നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് സിലബസ് വൈസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസുള്ള ഒരു ഡീറ്റെയിൽ അനാലിസിസ് നമുക്ക് ചെയ്യാം. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ടോപ്പിക്സ്, അതായത് ടെക്നിക്കൽ ആയിക്കോട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, പാരലായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ ഇനി വഴിയെ പോകുന്ന വീഡിയോസിലെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള എക്സാമിന് RRB JEEയുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും എല്ലാം നമ്മുടെ ഈ ചാനലിൽ വരുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.